സാർ ഒന്ന് തുറന്നു തരുമോ? സച്ചേട്ടാ, സ്നേഹ അകത്തേക്ക് പോയി. അവള് ധനുഷിനെ കണ്ട അവൻ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് വീണ്ടും അവളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കും. നമുക്കൂടി ഒന്ന് പോയി നോക്കിയാലോ? അത് വേണ്ട അർച്ചന. അവൾ അവനെ കാണുന്നെങ്കിൽ കണ്ടിട്ട് വരട്ടെ. ഇനി എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. സച്ചി, അവന്തികേ, അവന്തികേ, എന്താ അച്ഛാ? അവന്തിക എവിടെ? അവന്തിക ഇവിടെ എവിടെയോ. എന്താ അച്ഛാ? സ്നേഹ ധനുഷിനെ കാണാൻ ജയിലിൽ ചെന്നെന്ന്. അവള് പോയത് നിന്റെ സമ്മതത്തോടെയാണോ? ഇല്ല, അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് അവൾ അനുവാദം ചോദിച്ചപ്പോ അവൾക്ക് അനുകൂലമായി സംസാരിച്ചത് നീയാ. അന്നങ്ങനെ സംസാരിച്ചേ ഉള്ളൂ. പക്ഷേ അവളിപ്പോ പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയണമായിരുന്നു, അറിഞ്ഞതിനെ വിലക്കണമായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അവളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ശ്രദ്ധിച്ചത് തന്നെയാ. അവളെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനും ഞാൻ നോക്കി. പിന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാ 24 മണിക്കൂർ അവക്ക് കാവലിരിക്കാൻ പറ്റുമോ? ഇരിക്കണം. നിനക്ക് വൈകി പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ നോക്കുമായിരുന്നല്ലോ. വല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാ അവളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന ശ്രദ്ധ വേണം അവളെ നോക്കാൻ. ഒരു ചെറിയ ബുദ്ധിമോശം മതി അവളെ നമുക്ക് നഷ്ടപ്പെടാൻ. അതുകൊണ്ടാ അവളെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ആരുടെയും വാക്കും വരുതിയും കേൾക്കാത്തവളോട് ഞാനായിട്ട് എന്തു പറയാനാ? അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ നല്ലതുപോലെ ശ്രമിച്ചതാ. നീ അവക്ക് നല്ലത് പറഞ്ഞു കൊടുത്തിട്ടും അവക്ക് മനസ്സിലായില്ലെങ്കിൽ, നീ പറഞ്ഞിട്ടും അവൾ കേട്ടിട്ടില്ലെങ്കിൽ, കുറ്റം ഞങ്ങളുടെ ആരുടെ അല്ല, നിന്റെ തന്നെയാ. അവളെ വളർത്തിയത് നീയാണെന്നല്ലേ നീ അവകാശപ്പെടുന്നത്. അപ്പോ അനുസരണയോടെ വളർത്തണമായിരുന്നു. നീ പറഞ്ഞ അവൾ കേൾക്കണം. അതിന് ആദ്യം നീ നിൽക്കേണ്ടടുത്ത് നിൽക്കണം. ഇനിയിപ്പം ഏതവസ്ഥയിലാണാവോ അവൾ തിരിച്ചു വരുന്നത്? ഞാൻ പറഞ്ഞതാ അവളോട് പോകരുതെന്ന്. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളാ. അതാ എന്റെ വിലക്കിനെ മറികടന്ന് അവൾ പോയത്. അവൾ തിരിച്ചു വരട്ടെ. എനിക്കറിയണം എന്താണ് അവളുടെ ഉദ്ദേശമെന്ന്. നീ എന്നെ കാണാൻ വരുന്നു ഞാൻ കരുതിയതേയില്ല. നിന്റെ ഏതൊരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നിരുന്നു. അയാൾ പറഞ്ഞു നിനക്കെന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന്. അത് കേൾക്കാനാണ് ഞാൻ വന്നത്. ഞാൻ കണ്ടതും അറിഞ്ഞതും അല്ലാതെ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് പറയാം. നീ കണ്ടതും അറിഞ്ഞതും തന്നെയാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. പക്ഷേ നീ അറിഞ്ഞതിൽ പകുതിയേ ശരിയുള്ളൂ. ബാക്കി പകുതി അർച്ചനയുടെ സങ്കല്പത്തിലുള്ള കഥകളാണ്. എന്റെ പേരും അച്ഛനും അമ്മയും ഒക്കെ ഞാൻ വാടകയ്ക്കെടുത്തത് തന്നെയാ. അനാഥനായ മറ്റു മതസ്ഥനായ എന്നെ മരുമകനായി നിന്റെ വീട്ടുകാർ അംഗീകരിക്കില്ലെന്ന് കരുതി. ആ കുറ്റം നിന്നോട് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. സച്ചിയെ തട്ടിക്കൊണ്ടു പോയതൊന്നും ഞാനല്ല.
ബിജുവിനെ എനിക്കറിയാമെന്ന് കരുതി അത് ചെയ്തത് ഞാൻ എങ്ങനെയാവും? ഇനി നിന്റെ മുന്നിൽ ഇതൊന്നും പറയുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുന്നത്, എത്ര കള്ളനായാലും മനസാക്ഷി എന്നുണ്ടല്ലോ. ഇല്ലാത്ത തെറ്റുകൾ കൂടി എന്റെ തലയിൽ അർച്ചന ചാർത്തി തന്നപ്പോ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. വിവാഹം മുടക്കാൻ മറ്റു വഴികളൊന്നുമില്ലാതെ വന്നപ്പോ അർച്ചന കണ്ടുപിടിച്ച വഴിയിലും നീ അടക്കം എല്ലാവരും വീണുപോയി. ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ച് ചതിച്ചിട്ടില്ല. അതിനെനിക്ക് ആവുകയില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നോടൊപ്പമുള്ള ഒരു ജീവിതം. അതിനർച്ചന സമ്മതിക്കില്ല. നീ എന്നെ തല്ലിയപ്പോണ്ടായ വേദനയേക്കാൾ എനിക്ക് വേദനിച്ചത് അർച്ചന പറഞ്ഞതൊക്കെ നീ വിശ്വസിച്ചു എന്നറിഞ്ഞപ്പോഴാ. എന്റെ ജീവിതത്തിൽ സ്നേഹം എന്താണെന്നും ഒരാൾക്ക് മറ്റൊരാളെ ഇത്രയധികം സ്നേഹിക്കാൻ പറ്റുമെന്നും പഠിപ്പിച്ച ആളാ നീ. എങ്കിലും ഞാൻ നിന്നെ ചതിച്ചൊന്നും നീ വിശ്വസിച്ചല്ലോ മോളെ. അനാഥനായിരുന്നു എനിക്ക് എല്ലാമായിരുന്നു നീ. അല്ലെങ്കിൽ ഞാനങ്ങനെ വിശ്വസിച്ചു. കുറച്ചു നാളെ ഉണ്ടായിരുന്നല്ലോ എങ്കിലും ഞാൻ നിന്നെ കുറെ സ്നേഹിച്ചിരുന്നു മോളെ. പക്ഷെ നിനക്ക് എന്നോട് അത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ഈ വിവാഹം മുടക്കാൻ ഏതറ്റം വരെ നിന്റെ ഏടത്തി പോകുമെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങനൊരവസ്ഥയിൽ നീ എന്നെ തള്ളി പറഞ്ഞു, അവഗണിച്ചു. സത്യം എന്താണെന്നറിയാൻ നീ ശ്രമിച്ചില്ല. നീ മറ്റെന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചില്ല എന്ന് മാത്രം പറയരുത്. ഇപ്പോൾ ഉള്ള എൻ്റെ ഓരോ ദിവസവും എങ്ങനെയാണെന്ന് നിനക്കറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. ആ ആള് കാരണം എനിക്കിപ്പോൾ മദ്യപിക്കാതെ ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ അതിനപ്പുറം മറ്റെന്ത് പറയണം ഞാൻ? ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോ ഒരു ആത്മഹത്യ, അല്ലെങ്കിൽ എന്നേക്കായിട്ട് എൻ്റെ ജീവിതം എൻ്റെ മുറിയിൽ തന്നെ ഒതുങ്ങും. അതുമല്ലെങ്കിൽ ഭ്രാന്താശുപത്രിയിലെ മുറിയിൽ. എനിക്കറിയാം എൻ്റെ ജീവിതം പോകുന്നത് അങ്ങോട്ടേക്കാണെന്ന്. ഞാൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്നും കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും നിനക്ക് മനസ്സിലാവും. ഞാനായിട്ട് കണ്ടുപിടിച്ച ആളായതുകൊണ്ട് ആരോടും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ എൻ്റെ ജീവിതം ഞാൻ തന്നെ അഴിച്ചു വിട്ടേക്കുക. സ്വപ്നം കണ്ട അത്രയും തന്നെ നിരാശ ബാധിച്ചിരിക്കുക മനസ്സിന്. സ്നേഹം, എന്നോട് ക്ഷമിക്കും. സ്നേഹിച്ച ആളിൽ തന്നെ അങ്ങനെ ഒരു പ്രതികരണം കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു പോയതാ. ഞാൻ തന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? തനിക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമാണോ? മറ്റൊന്നിനും നമ്മൾ കുറ്റം കണ്ടുപിടിക്കണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്നേഹിച്ചത് നമ്മളാ. പരസ്പരം അറിയാവുന്നത് നമ്മൾക്കാ. ആരെന്ത് കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയാലും അതൊന്നും നമ്മുടെ ഇഷ്ടത്തെ ബാധിക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. മറ്റാരെയും എനിക്കൊന്നും ബോധിപ്പിക്കാനില്ല. പക്ഷെ താൻ എല്ലാ സത്യങ്ങളും അറിയണമെന്നുണ്ടായിരുന്നു എനിക്ക്. അർച്ചനയുടെ വിജയത്തിന് വേണ്ടി സച്ചിയെ മറച്ചു നിർത്തിയിട്ട് അന്ന് അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തപ്പോ എനിക്ക് തന്നെയും തനിക്ക് എന്നെയുമാണ് നഷ്ടമായത്.
മറ്റുള്ളവർക്കൊന്നും നഷ്ടമായിട്ടില്ല. അപ്രതീക്ഷിത വിജയത്തിൽ അർച്ചന സന്തോഷിക്കുമ്പോഴും എന്നെയോ തന്നെയോ നമ്മുടെ ഇഷ്ടത്തെയോ ആരും മനസ്സിലാക്കിയില്ല. എത്ര ദുഷ്ടനാണെങ്കിലും ഞാനൊരു മനുഷ്യനാണെന്നും എനിക്കൊരു ഹൃദയമുണ്ടെന്നും താനെങ്കിലും മനസ്സിലാക്കണം. എന്നെ സ്നേഹിക്കറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല. അന്ന് ഞാൻ ആ അടിയെല്ലാം കൊണ്ടത് തനിക്ക് വേണ്ടിയാ. ഇന്ന് ഈ ശിക്ഷ അനുഭവിക്കുന്നതും നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയാ. ഒരു പക്ഷെ തന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ, വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അർച്ചനയ്ക്ക് നിന്നോട് അസൂയാണ് സ്നേഹ. തനിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് അവർക്കെന്തോ ഭ്രാന്ത് പോലെയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. തന്റെ ഇഷ്ടങ്ങൾക്കൊക്കെ എല്ലാ കാലവും അർച്ചന എതിര് നിൽക്കും. അവരും അവരുടെ അനിയത്തിയും അല്ലാതെ മറ്റാരും ആ വീട്ടിലേക്ക് വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതാണ് അവന്തിക മേടത്തോട് അവർക്ക് ഇത്ര ദേഷ്യം. തന്നോടൊപ്പോൾ നല്ലൊരു ജീവിതം, തന്നെ മതിയാവോളം സ്നേഹിക്കാൻ ഒരവസരം കൂടി തന്നൂടെ എനിക്ക്. തന്നെ സ്നേഹിച്ച ആ പഴയ ധനുഷ് തന്നെയാ തന്റെ മുന്നിൽ നിൽക്കുന്നത്. ആരെന്ത് കള്ളക്കഥകൾ പറഞ്ഞു പരത്തിയാലും അതൊന്നും നമ്മുടെ സ്നേഹത്തെ ബാധിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഏത് വിധേനയെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നോട് ക്ഷമ ചോദിക്കുക. അങ്ങനെ ഒരു തരത്തിലും തന്നെ ചതിച്ചിട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ മാപ്പെന്ന് പറയാത്തത്. നമുക്കിടയിൽ ഈ ഒരു തടസ്സമില്ലായിരുന്നെങ്കിൽ എനിക്ക് തന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണമെന്നുണ്ട്. മരണത്തിനും ഭ്രാന്താശുപത്രിയുടെ സെല്ലിലൊന്നും ഞാൻ തന്നെ വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണം തന്നെ എന്റെ പെണ്ണായിട്ട്. എന്നെ മനസ്സിലാക്കുന്ന കരുതിയ തന്നെ വിളിച്ചു വരുത്തി ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഞാൻ മറ്റൊന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ നിരപരാധിത്വം എവിടെയും തെളിയിക്കാൻ നിൽക്കില്ല. അർച്ചന ആരോപിച്ചതൊക്കെ ഞാൻ കോടതിയിൽ സമ്മതിക്കും. ചെയ്യാത്ത തെറ്റാണെങ്കിൽ പോലും അതിന് ഞാൻ ജീവപര്യന്തം ശിക്ഷ വാങ്ങും. സ്നേഹമില്ലാത്ത പുറം ലോകം ധനുഷിന് ശൂന്യമാണ്. തന്നെ സ്നേഹിച്ചു പോയതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടുന്ന ആ 12 വർഷത്തെ ശിക്ഷ തന്നോടൊപ്പമുള്ള നല്ല ഓർമ്മകൾ കൊണ്ട് ഞാൻ ജീവിച്ചോളാം. അത് മതി എനിക്ക്.
നിക്കടി അവിടെ. നിനക്കിവിടെ എന്താ കാര്യം? ഞാൻ ചോദിച്ചു നീ കേട്ടില്ലേ? എന്റെ അനിയത്തിക്ക് സബ് ജയിലിൽ എന്താ കാര്യമെന്ന്? നീ പറഞ്ഞില്ലെങ്കിലും ഉത്തരം ഞങ്ങൾക്കറിയാം സ്നേഹ. നീ ഇപ്പൊ കണ്ട് സംസാരിച്ചവൻ അകത്ത് കിടക്കുന്നതേ നിന്റെ ഈ നിൽക്കുന്ന ചേട്ടനെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചതിന്റെ പേരില. അങ്ങനെയുള്ള ഒരുത്തനെ നീ കാണാൻ വന്നത് തന്നെ തെറ്റാ. നിനക്കറിയില്ലേ അവന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന്? എന്നിട്ടും നീ ആ ഫ്രോഡിനെ കാണാൻ വന്ന എന്തിനാ? ഫ്രോഡ് ആരാന്നൊക്കെ എനിക്കിപ്പോ മനസ്സിലായി വരുന്നുണ്ട്. ഞാനിവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാനും വിശ്വസിച്ചേനെ ധനുഷ് കുറ്റക്കാരനാണെന്ന്. അപ്പോ ധനുഷ് കുറ്റക്കാരനല്ലേ? അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ലോ, കോടതിയല്ലേ. ഇനി കോടതി അങ്ങനെ തീരുമാനിച്ചാലും ഞാൻ വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നീ എന്തൊക്കെ ഭ്രാന്തമോളെ പറയുന്നേ? ഞാൻ പറയുന്നത് എന്താന്നേ എനിക്ക് നല്ല ബോധ്യമുണ്ട്. നീ ഇപ്പൊ ഈ കാണിച്ചതിന്റെ ശരിയും തെറ്റുമൊക്കെ നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം. ഇപ്പൊ നീ വന്ന് വണ്ടി കയറ്. ഞാൻ വരുന്നില്ല. ഇങ്ങോട്ട് വന്ന പോലെ ഞാൻ തിരിച്ചു പൊക്കോളാം. ഞാൻ പോകുന്നതിന്റെ പുറകേക്ക് നിങ്ങൾ എന്തിനാ വരുന്നേ? ഡീ, ഇനി നീ ഇവിടെ ഒന്ന് സംസാരിച്ചാലേ പരിസരം ഞാൻ നോക്കില്ല. അടിച്ചു നിന്റെ കർണക്കുറ്റി ഞാൻ പൊട്ടിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഒന്ന് വണ്ടി കയറ്. ഞാൻ വന്നോളന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പോവാൻ നോക്ക്. എടീ, നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? വീട് കേറി ഇവിടെ. കേറി ഇങ്ങോട്ട്. വിടാൻ. താൻ കേറ്. ധനുഷും സ്നേഹയും തമ്മിൽ ജയിലിൽ വെച്ച് കണ്ട് എന്തായിരിക്കും സംസാരിക്കുന്നത്? വീണ്ടും അവള് ധനുഷിനോട് അടുക്കുവോ? എന്റെയും ധനുഷിന്റെ ഇടയിലേക്ക് അവള് വീണ്ടും വരുമോ? നിക്കേ, നീ എവിടെ പോയതായിരുന്നു? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? നീ എവിടെ പോയതായിരുന്നുവെന്ന്. അച്ഛാ, അവളെ വഴക്കൊന്നും പറയണ്ട. അവള് എനിക്ക് വേണ്ടി നിങ്ങൾ വക്കാലത്തൊന്നും പറയണ്ട. എന്റെ കാര്യങ്ങൾ എങ്ങനെ മറ്റുള്ളവർ പറഞ്ഞതും എന്റെ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്തത് കൊണ്ടൊക്കെയാ ഞാനിപ്പോ ഈ കിടന്ന് അനുഭവിക്കുന്നത്. എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. ഞാൻ സബ് ജയില് വരെ പോയതാ. സബ് ജയിലിലോ? എന്തിന്? എന്തിനാന്ന് അച്ഛൻ അറിയില്ലേ? അറിയാം. നീ അവിടെ പോയെന്ന് അറിഞ്ഞിട്ട് തന്നെയാ നിന്നോട് ഞാൻ ചോദിച്ചത്. നിനക്ക് കാണാനും സംസാരിക്കാനും അവിടെ ആരാ ഉള്ളത്? ഞാൻ സ്നേഹിക്കുന്ന, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ ഇപ്പൊ അവിടെ ഉള്ളത്. അവനെ കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ തോന്നി. അതുകൊണ്ടാ ഞാൻ പോയത്. സ്നേഹേ, നിന്റെ വിവാഹം മുടങ്ങിയ അന്നു മുതൽ ഞാൻ കാണുന്നതാ നിനക്കുണ്ടായി ഈ മാറ്റം. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെയാ. ഞങ്ങളെല്ലാം നിന്നോട് പറഞ്ഞതല്ലേ ഈ വിവാഹം നിനക്ക് വേണ്ടാന്ന്? നീ കേട്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങള് നീ തന്നെ അനുഭവിക്കണം. ലോകത്ത് ആദ്യമായി മുടങ്ങിയ വിവാഹമൊന്നും അല്ലല്ലോ നിന്റേത്. ഈ വീട്ടില് മുൻപും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ദേ നിൽക്കുന്നു അനഘ. അവൾക്കന്നില്ലാത്ത എന്തു കുഴപ്പമാ നിനക്ക് ഇന്നിവിടെ?